ചില സിനിമകൾ കാണുമ്പോൾ ഇതൊരിക്കലും തീരല്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ തോന്നിയ സിനിമകളിൽ ഒന്നാണ് ദ സ്റ്റേഷൻ ഏജൻറ്റ്. ഈ സിനിമ മെയിനായിട്ട് പറയുന്നത് ലോൺലിനെസ്സിനെ കുറിച്ചിട്ടും അതുപോലെ ഹ്യൂമൻ കണക്ഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ്. ഇതിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഫിന്നിൻ്റെ അഭിനയിച്ചിരിക്കുന്ന പീറ്റർ ഡിംഗ്ലേജ് ആണ്. ഫിന്നിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിന്ന് ഉയരം വളരെ കുറവാണ്. അതുകൊണ്ട് പല ആളുകളിൽ നിന്നും പല ബിറ്റർ എക്സ്പീരിയൻസ് ഫിന്നിനുണ്ടായിട്ടുണ്ട്. പല ആളുകളും പരിഹാസത്തോടെ നോക്കിയിട്ടുണ്ട്, പല കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഐസോലേറ്റഡ് ആയിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഫിന്ന്. സോഷ്യലൈസ് ചെയ്യാൻ ഫിന്ന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഒരു ട്രെയിൻ ഡിപ്പോയിലാണ് ഫിൻ താമസിക്കുന്നത്. അപ്പോൾ ഈ ഡിപ്പോൻ്റെ അടുത്ത് തന്നെയാണ് ജോ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ഫുഡ് ട്രക്ക്. അപ്പോൾ ജോന് ആക്ച്വലി ഫിന്നായിട്ട് കമ്പനി ആവാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പലവട്ടം ഫിന്ന് ജോനെ അവോയ്ഡ് ചെയ്യും. പക്ഷേ ജോ വളരെ ജെന്യൂനായ വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഫിന്ന് അവസാനം ജോവായിട്ട് നല്ല കമ്പനിയാവും. ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളായിട്ട് മാറും. അപ്പോൾ ഇവരുടെ സർക്കിളിലേക്ക് വളരെ യാദൃശ്യമായിട്ട് കടന്നു വരുന്ന മറ്റൊരു വ്യക്തിയാണ് ഒലീവിയ ആക്ച്വലി ഡിവോഴ്സിയാണ്. അതുമാത്രമല്ല കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഇവരുടെ ഒരു കുട്ടി മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ വേദനയിൽ നിന്ന് അവരിപ്പോഴും റിക്കവർ ആയിട്ടില്ല. പക്ഷേ അവർക്ക് ഇവരുടെ കൂടെ ഫിന്നിൻ്റെയും ജോയിൻ്റെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര റിലാക്സ്ഡ് ആണ്. സത്യം പറഞ്ഞാൽ ഈ 3 പേരും ജീവിതത്തിൽ ഭയങ്കരമായ ഏകാന്തത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരുന്നു. ഫിന്നിന് ജീവിതത്തിൽ ആരുമില്ല. ജോ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്, ആളുകളോട് സംസാരിക്കുന്ന ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ പോലും ജോയ്ക്ക് ആരുമില്ല. ജോയ്ക്ക് ആകെ ഉള്ളത് അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ സുഹൃത്തുക്കളോ പാർട്ട്ണറോ ഒന്നും ജോയ്ക്കില്ല. അതുപോലെ തന്നെ ഒലിവിയയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒലിവിയ ഡിവോഴ്സ് ചെയ്യാണ്. ഒലിവിയ താമസിക്കുന്നതും ഐസൊലേറ്റഡ് ആയിട്ടാണ്. ഇവരുടെ സൗഹൃദങ്ങളും ഇവരൊരുമിച്ച് നിന്ന് കോഫി കുടിക്കുന്നതും തമാശ പറയുന്നതും അങ്ങനെ വളരെ പീസ്ഫുള്ളായ മൊമെൻറ്റ്സിലൂടെ കടന്നു പോകുന്നൊരു സിനിമയാണ് ദ സ്റ്റേഷൻ ഏജൻറ്റ്. അതിനിടയിൽ ഇവരുടെ ലൈഫിൽ ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കുന്നു. ആക്ച്വലി ഈ സിനിമയിൽ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമുണ്ട്. എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും പെയിൻ ഉണ്ട്. നമ്മളത് ആക്ച്വലി ഓപ്പൺ അപ്പ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ നമുക്ക് നല്ല സൗഹൃദങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പെയിൻ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിന് ഇറേസ് ചെയ്യാൻ കഴിയില്ല. ബട്ട് സ്റ്റിൽ ആ പെയിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ നമ്മുടെ നല്ല സുഹൃത്തുക്കൾക്ക് പറ്റും എന്നും കൂടി ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഫിന്നിന് ആക്ച്വലി സോഷ്യലൈസ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു. പക്ഷേ അവസാനം ഫിന്ന് തിരിച്ചറിയുകയാണ്, നല്ല ഹ്യൂമൻ കണക്ഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആവും. നമ്മുടെ ലൈഫിൽ എത്രത്തോളം പെയിനും പ്രശ്നങ്ങളും കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല സൗഹൃദങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആവും, പീസ്ഫുൾ ആവുമെന്ന് ഫിന്ന് അവസാനം റിയലൈസ് ചെയ്യാണ്. ഞാൻ ആക്ച്വലി ഈ സിനിമ 2-3 തവണയൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കറിയില്ല എല്ലാ ആളുകൾക്കും ഈ സിനിമ കണക്റ്റ് ആവുമോ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ജീവിതത്തിൽ ഏകാന്തത അനുഭവിച്ച ആളുകൾക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. അതുപോലെ പ്രത്യേകിച്ച് കലാപങ്ങളൊന്നും ഇല്ലാത്ത, ഒരു ബഹളങ്ങളൊന്നും ഇല്ലാത്ത വളരെ പീസ്ഫുള്ളായ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ദ സ്റ്റേഷൻ ഏജൻറ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും സിനിമ കാണാൻ താല്പര്യമുള്ള വ്യക്തികൾ സിനിമ കാണുക. നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുക. ബൈ.